അപ്പോസ്തലനായ യൂദായേ ഈശോയിൽ ഏറെ വാത്സല്യമുള്ള വിശുദ്ധ യൂദാശ്ലീഹായുടെ തീർത്ഥാടകരെ, ഫെബ്രുവരി 1-ാം തീയതിയായി ഇന്ന് വിശുദ്ധ യൂദാശ്ലീഹായുടെ അനുഗ്രഹീതമായ കൂട്ടുതിരുനാളിന് ഒരുക്കമായുള്ള 9 മാസക്കാലത്തെ നവമാസ ആചരണത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കുക്കന്നൂർ യൂദാപുരം ബൈബിൾ കൺവെൻഷന്റെ 40 ദിവസത്തെ ഏറ്റവും അടുത്ത ഒരുക്ക പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്യുന്ന ദിനം കൂടെയാണ്. അതോടൊപ്പം തന്നെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചിരിക്കുന്ന 25 വീടുകളിൽ 4 വീടുകളുടെ പ്രാരംഭം കുറിക്കുക കൂടെ ചെയ്യുകയാണ്. വിശുദ്ധ യൂദാശ്ലീഹായുടെ തിരുശേഷിപ്പിന്റെ പ്രയാണവും ഇന്ന് ആരംഭിക്കുന്നു. സങ്കീർത്തകൻ 19-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവഭക്തി അനുഗ്രഹത്തിന് കാരണമാണ്. പ്രാർത്ഥിക്കുന്ന നമുക്ക് മാത്രമല്ല, നാം പ്രാർത്ഥിക്കുന്നതിലൂടെ മറ്റുള്ളവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാണ്. കാരണം നാം ഒരു ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അർപ്പിക്കുന്ന കാഴ്ച നേർച്ചകൾ, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് മാത്രമല്ല, അത് സ്വരുക്കൂട്ടി വെച്ച് അനേകർക്ക് നന്മയ്ക്ക് കാരണമാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവഭക്തി മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന് കാരണമാവട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ യൂദാശ്ലീഹായുടെ അങ്കമാലിയിലുള്ള യൂദാപുരം ദേവാലയം അതിൻ്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 25 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം 25 വീടുകളുടെ നിർമ്മാണങ്ങളാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവ തിരുമുമ്പിൽ വലിയൊരു റിസ്ക്കാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ റിസ്ക് വിശ്വസിക്കുന്ന അനേകരുടെ കരങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4 വീടുകളുടെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയാണ്. ചില വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനും പുതിയ വീടുകൾ പണിയുന്നതിനും ഒക്കെ ആരംഭിക്കുന്നു. നല്ല ആശയങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. യൂദാപുരം യൂദാശ്ലീഹായുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട്, നിർധനർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംരംഭത്തിൽ എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഫാദർ സെബാസ്റ്റ്യൻ കവരപ്പള്ളി, വികാരി, യൂദാപുരം. നീ എന്നും ദൈവ